എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 +2 പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇനി അടുത്തതായിട്ട് +1 വിദ്യാർത്ഥികൾക്കുള്ള എക്സാമിനേഷൻ മാത്തമാറ്റിക്സ്, അതുപോലെ തന്നെ പാർട്ട് 3 ലാംഗ്വേജസ്, അതുപോലെ സംസ്കൃത്, ശാസ്ത്ര, അതുപോലെ സൈക്കോളജി എന്നിവയാണ്. അതുപോലെ തന്നെ +2 വിദ്യാർത്ഥികൾക്കുള്ള എക്സാമിനേഷൻ എന്ന് പറയുന്നത് കെമിസ്ട്രി, ഹിസ്റ്ററി, ഇസ്ലാമിക് ഹിസ്റ്ററി ആൻഡ് കൾച്ചർ, അതുപോലെ തന്നെ ബിസിനസ് സ്റ്റഡീസ്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്നിവയുമാണ് വിദ്യാർത്ഥികൾക്ക് 14-ാം തീയതി നടക്കുന്ന എക്സാമിനേഷൻ. മോർണിംഗ് ആണ് എക്സാമിനേഷൻ, അതായത് രാവിലെയാണ് എക്സാമിനേഷൻ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിച്ച് പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ വിദ്യാർത്ഥികളിൽ പലരും ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് സേ പരീക്ഷയെക്കുറിച്ചിട്ടുള്ള കാര്യം. അതായത് എത്ര വിഷയം നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാം, അതുപോലെ എത്ര വിഷയം നിങ്ങൾക്ക് സേ പരീക്ഷ എഴുതാം, അതുപോലെ സേയും ഇമ്പ്രൂവ്മെൻറ്റും ഒരു വിദ്യാർത്ഥിക്ക് ഒരുമിച്ച് ചെയ്യാനായിട്ട് സാധിക്കുമോ, അതുപോലെ സേ എക്സാമിൻ്റെ അപേക്ഷ എപ്പോഴാണ് വരിക, അതുപോലെ തന്നെ എക്സാം എപ്പോഴാണ്, അതിൻ്റെ റിസൾട്ട് എപ്പോഴാണ്, അതുപോലെ സേ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് കീം, അതുപോലെ തന്നെ നീറ്റ്, JEE ഇതുപോലുള്ള പരീക്ഷകൾ എഴുതാനായിട്ട് സാധിക്കുമോ, അതുപോലെ തന്നെ നിങ്ങൾക്ക് പിന്നീട് നിങ്ങളുടെ കീമിൻ്റെ ആ ഒരു അഡ്മിഷൻ ആരംഭിക്കുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആ ഒരു സേ അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ മാർക്ക് അപ്ലോഡ് ചെയ്ത് നൽകാനായിട്ട് സാധിക്കുമോ, അതുപോലെ ഡിഗ്രി അഡ്മിഷനൊക്കെ ആ ഒരു സമയത്തേക്ക് ആരംഭിക്കുമോ എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയമാണ്. അപ്പോൾ ആ ഒരു എല്ലാവിധ സംശയങ്ങൾക്കും വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ വഴി ആ ഒരു ഉത്തരം മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നോക്കാം എന്താണ് സേ പരീക്ഷ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് സേ പരീക്ഷ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സേവ് എ ഇയർ, അതായത് നിങ്ങൾ ഒരു വർഷം ലാഭിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് സേ പരീക്ഷ നടത്തുന്നത്. അതുപോലെ തന്നെ ഇമ്പ്രൂവ്മെൻറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ പരീക്ഷ എഴുതി പാസ്സായിട്ടുള്ള, അതായത് ജയിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൻ്റെ മാർക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നതിനുള്ള സൗകര്യമുണ്ട്. അതാണ് ഇമ്പ്രൂവ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു രണ്ട് പരീക്ഷയും പേര് വ്യത്യാസമാണ്, അതുപോലെ അതായത് പേര് വ്യത്യാസം, അതുപോലെ ഈ ഒരു ഫീസും വ്യത്യാസമാണ്. സേ പരീക്ഷയ്ക്ക് 175 രൂപയാണ് ഒരു സബ്ജക്റ്റിന് വരുന്ന ഫീസ്, പക്ഷേങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റിന് 500 രൂപയാണ് ഫീസ്. പക്ഷേങ്കിൽ ഒരു സബ്ജക്റ്റ് മാത്രമേ എഴുതാൻ സാധിക്കുള്ളൂ. സേയോ അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റോ ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ വിദ്യാർത്ഥികൾക്ക് അനുവദിക്കുള്ളൂ. അതായത് ഒരു വിദ്യാർത്ഥി 3 വിഷയത്തിൽ പരാജയപ്പെട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ മറ്റൊരു വിഷയത്തിൽ ജസ്റ്റ് പാസ്സാണ്, അങ്ങനെയെങ്കിൽ ആ ഒരു ജസ്റ്റ് പാസ്സായ സബ്ജക്റ്റ് ഇമ്പ്രൂവ്മെൻറ്റും അതുപോലെ തന്നെ ബാക്കി 3 സബ്ജക്റ്റ് സേ പരീക്ഷയും എഴുതാനായിട്ട് സാധിക്കുമോ എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ സാധിക്കില്ല, കാരണം ഈ ഒരു പരീക്ഷയുടെ പേര് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും സേ ഓർ ഇമ്പ്രൂവ്മെൻറ്റ്, അതായത് ഒന്നുകിൽ സേ അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ്, ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി എത്ര വീതം വിഷയങ്ങളാണ് സേയോ അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റോ ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് നോക്കാം. സേ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സേവ് എ ഇയർ എന്നുള്ളതാണെന്ന് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു സേ പരീക്ഷ നിങ്ങൾക്ക് എത്ര വിഷയമാണോ നിങ്ങൾ +2 പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത്, ആ ഒരു രജിസ്ട്രേഷൻ ചെയ്ത സബ്ജക്റ്റിൽ ഏതൊക്കെ സബ്ജക്റ്റുകളാണോ പരാജയപ്പെട്ടിട്ടുള്ളത് ആ ഒരു സബ്ജക്റ്റുകൾ എല്ലാം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സേ പരീക്ഷയായിട്ട് എഴുതാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ സേ പരീക്ഷ ഫീസ് 175 രൂപയാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷാ ഫീസ് 500 രൂപയാണ്. പക്ഷെങ്കിൽ +2 ജയിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൻ്റെ മാർക്ക് വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള ഫീസ് 500 രൂപയാണ് ഫീസ് വരിക. ഒരു സബ്ജക്റ്റ് മാത്രമേ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള അവസരം +2 വിദ്യാർത്ഥികൾക്കുള്ളൂ. ഇനി ഈ ഒരു എക്സാമിനേഷൻ എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത് നോക്കാം. സേ അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ നിങ്ങൾക്ക് ഇതിൻ്റെ രജിസ്ട്രേഷൻ വരിക നിങ്ങളുടെ +2വിൻ്റെ റിസൾട്ട് വന്ന ശേഷമാണ്. സാധാരണഗതിയിൽ ഏകദേശമായി 25-ാം തീയതിയോടെ വിദ്യാർത്ഥികളുടെ റിസൾട്ട് വരാറുണ്ട്. അപ്പോൾ അതിനുശേഷം അടുത്ത ദിവസം തന്നെ +2 സേ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. ആ ഒരു സമയം വിദ്യാർത്ഥികൾക്ക് ആ ഒരു സമയം മുതൽ ഏകദേശം ഒരാഴ്ച ദിവസമാണ് അപേക്ഷ നൽകാനായിട്ട് ലഭിക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് വിദ്യാർത്ഥികൾ അപേക്ഷ നൽകുകയാണ് ചെയ്യേണ്ടത്. നിങ്ങളുടെ സ്കൂളിലെ പ്രിൻസിപ്പാളിന് നിങ്ങൾ അപേക്ഷാ ഫീസും ഫോമും നൽകിയിട്ട് നിങ്ങളുടെ അപേക്ഷ നൽകുകയാണ് ചെയ്യേണ്ടത്. ഇതിൻ്റെ എക്സാമിനേഷൻ ജൂൺ മാസത്തിലാണ് ഉണ്ടാവുക. അപ്പോൾ ജൂണോ അല്ലെങ്കിൽ ജൂലൈ മാസത്തിലാണ് ഉണ്ടാവുക. അപ്പോൾ സാധാരണഗതിയിൽ ജൂലൈ മാസത്തിലാണ് ഉണ്ടാവുക, കാരണം വിദ്യാർത്ഥികൾക്ക് പഠിക്കാനായിട്ട് സമയം ആവശ്യമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മാസത്തോളം പഠിക്കാനായിട്ട് സമയം നൽകാറുണ്ട്. അതിനുശേഷം ഓഗസ്റ്റ് മാസം അവസാനത്തോടെയാണ് വിദ്യാർത്ഥികളുടെ റിസൾട്ട് വരാറുള്ളത്. അതിനുശേഷം പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റൊക്കെ തരുന്നതായിരിക്കും. അതുപോലെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു സംശയമാണ് ഈ ഒരു സേ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ +2 പബ്ലിക് എക്സാമിനേഷൻ നിങ്ങൾ പരാജയപ്പെടുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു JEE മെയിൻ, അതുപോലെ തന്നെ നീറ്റ്, അതുപോലെ കീം എന്നിങ്ങനെയുള്ള പരീക്ഷകൾ എഴുതാനായിട്ട് സാധിക്കുമോ എന്നുള്ളത്. അപ്പോൾ ആ ഒരു പരീക്ഷകൾ നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും, അതിന് യാതൊരുവിധ തടസ്സവും ഉണ്ടായിരിക്കുന്നതല്ല. പക്ഷേങ്കിൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയൊക്കെ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് വരും. ഓരോ
അതായത് കീമിൻ്റെ റിസൾട്ട് വരും, അതുപോലെ നീറ്റിൻ്റെ റിസൾട്ട് വരും, JEEയുടെ റിസൾട്ട് വരും. ആ ഒരു സമയത്ത് നിങ്ങളുടെ +2വിൻ്റെ മാർക്ക് അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതായിട്ടും വരും. അപ്പോൾ ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന സമയത്തേക്ക് നിങ്ങൾ ജയിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ആ ഒരു ഡേറ്റ് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് പിന്നീട് ആ ഒരു അപേക്ഷ നൽകാനുള്ള, അതായത് നിങ്ങളുടെ +2വിൻ്റെ മാർക്ക് അപ്ലോഡ് ചെയ്യാനുള്ള അവസരം നഷ്ടപ്പെടും. അതായത് നീറ്റിന് നിങ്ങളുടെ റിസൾട്ട് വന്ന ശേഷം നിങ്ങൾ +2വിൻ്റെ മാർക്ക് അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ആരൊക്കെയാണ് ഈ ഒരു നീറ്റിന് അപേക്ഷിക്കാൻ എലിജിബിൾ ആയിട്ടുണ്ടായിരുന്നത്, അങ്ങനെയുള്ള വിദ്യാർത്ഥികളെ, അതായത് ഈ ഒരു നീറ്റ് പരീക്ഷ എലിജിബിൾ ആയിട്ടുള്ള വിദ്യാർത്ഥികളെ മാത്രം ഉൾക്കൊള്ളിച്ച് ആ ഒരു റാങ്ക് ലിസ്റ്റ്, നീറ്റിൻ്റെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കും. ഇതേ രീതിയിൽ തന്നെയാണ് കീമിൻ്റേതും, അതായത് കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ അതുപോലെ ഫാർമസി പ്രവേശന പരീക്ഷയുടേതും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് +2വിന് നിങ്ങൾക്ക് എലിജിബിൾ ആയിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എലിജിബിൾ അല്ലെങ്കിൽ അതിൻ്റെ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെടില്ല. അതായത് ഒരു വിദ്യാർത്ഥി ഈ ഒരു കീം എക്സാമിനേഷനിൽ മികച്ച മാർക്ക് വാങ്ങിയിട്ടുണ്ട്, പക്ഷെങ്കിൽ ഈ ഒരു +2 പരീക്ഷയിൽ വിദ്യാർത്ഥി ഫെയിൽഡ് ആണ്. അങ്ങനെയെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ആ ഒരു രീതിയിൽ നിങ്ങളുടെ മാർക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ആ ഒരു സമയത്ത് നിങ്ങൾ എലിജിബിൾ അല്ല എന്നുള്ളത് കണ്ട് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കും. അതേസമയം വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ ഇമ്പ്രൂവ്മെൻ്റാണ് ചെയ്യുന്നതെങ്കിൽ ഓൾറെഡി ആദ്യം തന്നെ നിങ്ങളുടെ മാർക്ക് അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ റിസൾട്ട് വരുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് മാർക്ക് കൂടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള മാർക്കിനെ ഈ ഒരു കീമിൻ്റെ വെബ്സൈറ്റിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള സൗകര്യം നൽകാറുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് ഈ ഒരു എക്സാമിനേഷൻ, അതായത് ഈ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ കഴിയുന്ന സമയത്തേക്ക് ഈ ഒരു ഡിഗ്രി അഡ്മിഷൻ അവസാനിക്കുമോ എന്നുള്ളത്. ഡിഗ്രി അഡ്മിഷൻ സ്റ്റാർട്ടാവും, പക്ഷെങ്കിൽ അതിന് ഇടയിൽ, അതായത് ഈ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് നടത്തപ്പെടുന്നതാണ്. അതായത് ആദ്യത്തെ 3 ഘട്ട അലോട്ട്മെൻറ്റുകൾ ആ ഒരു അപേക്ഷ നൽകിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും അതിനുശേഷം ബാക്കിയുള്ള സീറ്റുകളിലേക്കുള്ള പ്രവേശനം വിദ്യാർത്ഥികൾ ഈ ഒരു +2 ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയൊക്കെ എഴുതിയിട്ട് വരുന്ന വിദ്യാർത്ഥികളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഡിഗ്രി അപേക്ഷ നൽകുന്നതിനുള്ള അവസരം നൽകാറുണ്ട്. അതായത് ലേറ്റ് രജിസ്ട്രേഷൻ എന്ന പേരിലാണ് അധിക യൂണിവേഴ്സിറ്റികളും ആ ഒരു രീതിയിൽ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സൗകര്യം നൽകാറുള്ളത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതുന്നത് മോശമാണോ, അല്ലെങ്കിൽ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളെ ആരെങ്കിലും കളിയാക്കുമോ എന്നിങ്ങനെയുള്ള കാര്യം. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ഈ ഒരു പരീക്ഷ എഴുതുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏതെങ്കിലും സബ്ജക്റ്റുകൾ പരാജയപ്പെട്ട് നിങ്ങളുടെ ഒരു വർഷം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പരീക്ഷ എഴുതുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് പരീക്ഷയാണ് എഴുതുന്നത് എന്നുള്ളത് ഒരാൾക്കും അറിയാനായിട്ടുള്ള സാധ്യതയില്ല. കാരണം നിങ്ങൾ പറഞ്ഞാൽ മാത്രമാണ് ബാക്കിയുള്ളവർ നിങ്ങൾ ഈ ഒരു പരീക്ഷയാണ് എഴുതുന്നത് എന്നുള്ളത് അറിയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നിങ്ങൾ ആരെങ്കിലും കളിയാക്കുന്നു എന്ന് കരുതി എക്സാം എഴുതാതിരിക്കരുത്. അതുപോലെ തന്നെ നിങ്ങളോട് മോശമായിട്ടാണോ പെരുമാറുക എന്നുള്ളത്, അതായത് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളോട് ആരെങ്കിലും മോശമായിട്ട് പെരുമാറുമോ എന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ആണോ അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻ്റ് ആണോ എഴുതുന്നത് എന്നുള്ളത് ബാക്കിയുള്ളവർക്ക് അറിയാനുള്ള യാതൊരുവിധ സാഹചര്യവും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങോട്ട് പോയിട്ട് ഞാൻ പരീക്ഷ എഴുതുന്നു എന്നുള്ളത് നിങ്ങൾ പോയിട്ട് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് +2 പരാജയപ്പെടുകയാണെങ്കിൽ പരീക്ഷ എഴുതിയിട്ട് ജയിക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ ബാക്കിയുള്ളവർ എന്ത് പറയുന്നു എന്നുള്ളത് കേട്ടുകൊണ്ട് ഇരുന്നാൽ നിങ്ങൾക്ക് അതിന് മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, അഥവാ നിങ്ങൾ +2വിൽ നിങ്ങൾക്ക് ജയിക്കാനുള്ള മാർക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ പരീക്ഷ എഴുതിയിട്ട് ജയിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ഒരു വർഷം വെറുതെയെങ്കിലും വേസ്റ്റായിട്ട് കളയേണ്ട ആവശ്യമില്ല. അങ്ങനെ കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ നടത്തപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി പരീക്ഷ എഴുതാതെ ഇരിക്കരുത്. അഥവാ നിങ്ങൾ +2 ഫെയിൽഡ് ആയിട്ടുണ്ടെങ്കിൽ പരീക്ഷ എഴുതാനായിട്ട് ശ്രമിക്കുക. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് +2 എക്സാമിനേഷൻ ശേഷം വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് എപ്പോഴാണ് കിട്ടുക എന്നുള്ളത്. +2വിൻ്റെ റിസൾട്ട് വന്ന് ഏകദേശം 2 ആഴ്ചക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ വിദ്യാർത്ഥികളുടെ +2വിൻ്റെ റിസൾട്ട് വരും. അതായത് ഒരു മാസത്തിനുള്ളിൽ റിസൾട്ടല്ല, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വരും. അങ്ങനെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നതാണ്. ജയിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ +2 സർട്ടിഫിക്കറ്റിനോടൊപ്പം മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റും, പരാജയപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് +2വിൻ്റെ സർട്ടിഫിക്കറ്റ് മാത്രമാണ് നൽകുക. അതിനുശേഷം നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതി പാസ്സാവുകയാണെങ്കിൽ നിങ്ങൾക്ക് കമ്പൈൻഡ് സർട്ടിഫിക്കറ്റാണ് ലഭിക്കുക. അതായത് നിങ്ങൾ ഇതുവരെ എഴുതിയിട്ടുള്ള മാർക്കും നിങ്ങൾക്കിപ്പോൾ ജയിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്ത ആ ഒരു ജയിക്കാനുള്ള മാർക്കിൻ്റെയും ഡീറ്റെയിൽസാണ് അതിലുണ്ടാവുക. അതായത് നിങ്ങൾ അതുവരെ എഴുതിയിട്ടുള്ള +1 +2
എന്നിങ്ങനെയുള്ള ആ ഒരു ക്ലാസ്സുകളിലെ മാർക്കുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് കമ്പൈൻഡ് സർട്ടിഫിക്കറ്റ് ആയിരിക്കും നിങ്ങൾക്ക് തരിക. അതുപോലെ തന്നെ സേ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ എക്സാം സെൻറ്റർ എവിടെയാണെന്നുള്ളത് ചോദിക്കാറുണ്ട്. നിങ്ങളുടെ സ്കൂളിൽ നിന്നും എത്ര വിദ്യാർത്ഥികളാണ് ഈ ഒരു അപേക്ഷ നൽകുന്നത്, അതിനനുസരിച്ചാണ് സാധാരണ നിങ്ങൾക്ക് സെൻറ്റേഴ്സ് അനുവദിക്കാറുള്ളത്. സാധാരണ 3 സ്കൂളുകളെ ക്ലബ്ബുകളാക്കി അതിലേതെങ്കിലും ഒരു സ്കൂളിലാണ് വിദ്യാർത്ഥികൾക്ക് എക്സാമിനേഷൻ നടത്താറുള്ളത്. അതുപോലെ സേ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് സെയിം ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും ഉണ്ടാവുക. നിങ്ങൾക്ക് അറിയാവുന്ന ഉത്തരങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ എഴുതുകയാണ് ചെയ്യേണ്ടത്. ഈ ഒരു പബ്ലിക് എക്സാമിനേഷൻ്റെ അതേ രീതിയിൽ തന്നെയാണ് എക്സാമിനേഷൻ ഉണ്ടാവുക. അല്ലാതെ നിങ്ങൾക്ക് ഈസി ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ ടഫ് ക്വസ്റ്റ്യനോ ആയിരിക്കില്ല. നിങ്ങൾ പഠിക്കുന്നതിനനുസരിച്ചാണ് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഈസി ആണോ അല്ലെങ്കിൽ ടഫ് ആണോ എന്നുള്ളത് തീരുമാനിക്കപ്പെടുക. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നിങ്ങൾ +2 പരാജയപ്പെടുകയാണെങ്കിലും വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സേ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതിയിട്ട് ജയിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഏകദേശം മെയ് 25 ശേഷമായിരിക്കും ഇതിൻ്റെ അപേക്ഷ രജിസ്ട്രേഷൻ വരിക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.